ഗേറ്റ് മാറിപ്പോയി സുഹൃത്തുക്കളെ, ഗേറ്റ് മാറിപ്പോയി സുഹൃത്തുക്കളെ. രോഹിത് ശർമ്മനെ കണ്ടിട്ടാ, രോഹിത് ശർമ്മക്ക് 5 വിക്കറ്റായി സുഹൃത്തുക്കളെ. ഓലൊക്കെ ടിവിയില് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതേപോലെ ഇതേപോലെ ബുംറ ചാടി ഗുയിസ്, നമ്മുടെ ബൂം ബൂമാണ് ഗുയിസ് ബോളെ പോണത്. നമ്മുടെ ചെക്കൻ അടിയടാ സഞ്ജു, അടിപൊളി. എന്തൊരു ഗതികേരാണ് നോക്കിയ സുഹൃത്തുക്കളെ. എൻ്റെ ഹെൽമെറ്റ് പോയി സുഹൃത്തുക്കളെ. IPL കാണാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്തി നോക്കുകയാണ്. രാജസ്ഥാൻ റോയൽസും മുംബൈ ഇന്ത്യൻസും ആയിട്ടുള്ള മാച്ച് ഉണ്ട്. എന്തെങ്കിലും വഴിയുണ്ടോ കാണാമെന്ന് അറിയാൻ വേണ്ടി. എൻ്റെ ടിക്കറ്റ് ഇല്ല, പക്ഷേ 100 രൂപയുടെ പാർക്കിംഗ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് സ്റ്റേഡിയത്തിനകത്തേക്കൊന്ന് പോയി നോക്കണം. അവിടെ ബ്ലാക്കിൽ ടിക്കറ്റ് കിട്ടുമെന്ന് പറയുന്നു. ഒരുത്തിനോട് വെച്ച് പോകും 4000 രൂപ പറഞ്ഞു, 2600 രൂപ ടിക്കറ്റിന്. അപ്പോൾ അത്ര പൈസ ഒന്നും കൊടുക്കാനൊന്നുമില്ല. നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ നമുക്ക് കയറി കാണാം, അല്ലെങ്കിൽ തിരിച്ചു പോകാം. എന്തായാലും ഞാൻ പാർക്കിംഗ് ടിക്കറ്റൊക്കെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് കേട്ടോ സവായ് മാൻസിംഗ് സ്റ്റേഡിയം. ഇതിൻ്റെ ഫസ്റ്റ് ഗേറ്റാണ്. എൻ്റെ അവനോ ടിക്കറ്റ് അന്വേഷിച്ച് അലയുകയാണ് സുഹൃത്തുക്കളെ. ഇതുവരെ കിട്ടിയിട്ടില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 8 രൂപയ്ക്ക് കിട്ടിയ താലിയാണ് കേട്ടോ. റൊട്ടിയുണ്ട്, ചോറുണ്ട്, ദാലുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, കളി കാണാൻ ടിക്കറ്റ് കിട്ടിയില്ല. ലാസ്റ്റ് മിനിറ്റൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പൈസ കുറയുമെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അവസാന നിമിഷത്തൊക്കെ കുറച്ച് പൈസ കുറച്ച് കിട്ടും. ഇപ്പോൾ 4000 ഒക്കെ ആകുമ്പോൾ അവർ പറയുന്നത്, 4000 3500 രൂപയൊക്കെ പറയുന്നത്. അത്രയും പൈസ ഒന്നും കൊടുത്ത് കളി കാണാനുള്ള വകുപ്പില്ല, ബഡ്ജറ്റില്ല എൻ്റെ കയ്യിൽ. നമുക്ക് നോക്കാം, ഒരു 2000 രൂപയൊക്കെ താഴെ കിട്ടുകയാണെങ്കിൽ കയറി കാണാം. മിക്കവാറും കാണാൻ പറ്റുന്ന എൻ്റെ പ്രതീക്ഷ. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്ന് വന്നതാണ്. ഗുയിസ്, നമ്മളതേ സമയം കളയാൻ വേണ്ടി വെറുതെ ഇവിടെ അലഞ്ഞടക്കുകയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, ടിക്കറ്റ് കിട്ടി. 2000 രൂപയ്ക്ക് പാസ്സാണ് കിട്ടിയത്. 2000 രൂപയുടെയാണ്. നമ്മളിവിടെ നിന്നാണ് കയറുന്നത്. ഗേറ്റ് മാറിപ്പോയി സുഹൃത്തുക്കളെ, ഗേറ്റ് മാറിപ്പോയി. അപ്പോൾ സുഹൃത്തുക്കളെ, ടിക്കറ്റ് കിട്ടി, പക്ഷേ ഗേറ്റ് വേറെ, ഈസ്റ്റ് ഗേറ്റിലാണ്. അത് ഞാൻ കയറിയ ഗേറ്റ് വേറെ ആയിരുന്നു. ഇതുവഴിയാണോ സർ? ഈസ്റ്റ് ഗേറ്റ് കിട്ടാ, ഈസ്റ്റ് ഗേറ്റ്. നമ്മൾ കയറിയ ഗേറ്റ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. അതിൻ്റെ ഒത്തിരി ഇങ്ങോട്ടേക്ക് കടന്നു. ഞാൻ ഓടുകയാണ് ആക്ച്വലി, ഭയങ്കര ടയർഡായി ഇപ്പോൾ തന്നെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് തിയേറ്ററിലെന്ന് വെച്ചാൽ ഈവൻ ഗേറ്റ് കണ്ടുപിടിച്ചു. ഇതാണ് ഈവൻ ഗേറ്റ്. ഞാൻ ഓടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, 1 കിലോമീറ്ററായിട്ട് ഓടി. പവർ പ്ലേ കഴിഞ്ഞു, മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിംഗ് 6 ഓവർ കഴിഞ്ഞു. സുഹൃത്തുക്കളെ, 18th ഗേറ്റ് ഇവിടെയാണ്. വാവ്, എൻ്റെ അമ്മ. എത്ര അടിപൊളിയായിരുന്നു ഇവിടെ കാണാനായിട്ട്. സ്ട്രാറ്റജിക് ടൈം ഔട്ടാണ് കേട്ടോ. 2.5 മിനിറ്റ്. ഹാർദിക് പാണ്ഡ്യ ഞൊണ്ടി പോണേ. ഇവിടെ സന്ദീപ് ശർമ്മ ഉണ്ടോ ബോളിൽ നിന്ന്? ഇത് മുംബൈ ഇന്ത്യൻസിൻ്റെ ഡഗ് ഔട്ടാണ് ഇവിടെ. സുഹൃത്തുക്കളെ, രോഹിത് ശർമ്മനെ കണ്ടിട്ടാ. പവല് നിൽക്കുന്നു. ഹാർദിക് പാണ്ഡ്യ ഔട്ടായി സുഹൃത്തുക്കളെ, ഹാർദിക് പാണ്ഡ്യ ഔട്ടായി. തേർഡ് അമ്പയറിൻ്റെ ഇത് നോക്കാനുണ്ടോ?
ലൂയിസ് കളിയുടെ ലാസ്റ്റ് ഓവറായിട്ടോ നമ്മുടെ സന്ദീപ് ശർമ്മ ബോൾ ചെയ്യുന്നത്. 20ാമത്തെ ഓവർ. കുറ്റിയടിക്കട. ഓ ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്ദീപ് ശർമ്മയ്ക്ക് ഹാട്രിക്കാണ്. സന്ദീപ് ശർമ്മയ്ക്ക് 5 വിക്കറ്റായി സുഹൃത്തുക്കളെ. ടിം ഡേവിഡ് ഔട്ടായി. ടിം ഡേവിഡ് ഇതേ നടന്നോണേ. രാഷ്ട്രീയനാണ് നിൽക്കണേ. ഇത് മുംബൈ ഇന്ത്യൻസിന്റെ ഡഗ് ഔട്ടാണ് ടീ കാണുന്നത്. രോഹിത് ശർമ്മയൊക്കെ എവിടെ ഇപ്പൊ ഉണ്ട്. ഇത് അർജുൻ ടെണ്ടുൽക്കർ സച്ചിന്റെ മോഹൻ നിൽക്കണേ. ഇത് ഈ കളിയിലെ ലാസ്റ്റ് ബോളാണ്. ബുംറയാണ് ബാറ്റ് ചെയ്യണത്. ആഹാ, കുറ്റിയെടുക്കണ കുറ്റിയെടുക്കണ. ഓ boom 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 with the guys. संदीप शर्मा के लिए जोरदार രോഹിത് ശർമ്മ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ അകത്ത് കയറി നമ്മുടെ മുംബൈയുടെ ഫസ്റ്റ് ബാറ്റിംഗ് കണ്ട് രാജസ്ഥാൻ്റെ സെക്കൻഡ് ബാറ്റിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. 180 റൺസാണ് അവരടിച്ചത്, മുംബൈ അടിച്ചത്. നമ്മളിത് എടുക്കും എന്നാണ് പ്രതീക്ഷ. നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ആളുണ്ട്. ഇതിനകത്ത് ഈ കോയിൻസ് അലോ ചെയ്യില്ല. എൻ്റെ പേഴ്സിൽ നിന്നുള്ള ചില്ലറകൾ മൊത്തം പെറുക്കിപ്പിച്ച് വോട്ടീസ് എടുക്കാൻ സമ്മതിക്കില്ല. ഒരു സാധനം കൊണ്ട് അകത്തേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ കയ്യിൽ ചെയ്തതിനേക്കാൾ അപ്പുറമാണ് അവിടെ. കളി ഇപ്പോൾ തുടങ്ങാറായിട്ടോ. അവർ പ്രാക്ടീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെക്കന്മാർ 2 പേരും ഫീൽഡിലേക്ക് ഇറങ്ങാനുണ്ട്. ബട്ട്ലറും ജോസ്ബായും പിന്നെ ജയ്സ്വാളും. ഹർദിക് പാണ്ഡ്യയാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ഓവർ അറിയാൻ പോണത്. ഫസ്റ്റ് ബോള് ഹർദിക് പാണ്ഡ്യയാണ് ന്യൂ ബോളും കൊണ്ടിരിക്കുന്നത്. എറിയടാ എറിയടാ. നമ്മുടെ മനുഷ്യൻ വീഡിയോ ഉണക്കി പിടിച്ച് ചിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. പാവട്ടോ, നേരത്തെ ഹർദിക് പാണ്ഡ്യ ഔട്ടായപ്പോൾ ഇവരുടെ ആൾക്കാരെല്ലാം കൂടി ചപ്പറി ചപ്പറി എന്ന് പറഞ്ഞ് വിളിച്ച് ഭയങ്കര ബഹളമായിരുന്നു. എന്തിനാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യണേ. അടിയടാ. നമ്മുടെ ബുംറേട്ടനാണല്ലോ അവിടെ ഇങ്ങനെ. ബൂം ബൂം ക്വിസ്. നമ്മുടെ ബൂം ബൂമാണ് ക്വിസ് ബോൾ ചെയ്യാൻ പോണത്. ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ബോളറാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, കളിക്കണത് എൻ്റെ ടീമായിട്ടായി പോയി. അത് കാരണം എടാ കുറ്റിയെടുക്കലടാ. ഇല്ല, ഫോറല്ല ക്വിസ്. അവിടെ ഒരു തെണ്ടി നിപ്പുണ്ട്. ആരാ നിൽക്കണേ മനസ്സിലാവില്ല കേട്ടാ. ക്വിസ് ഇപ്പോൾ ബോൾ ചെയ്യാൻ പോണത് മറ്റേവനില്ലേ, നുവാൻ തുഷാര എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീലങ്കൻ ബോളർ. പുള്ളിയാണ് കേട്ടോ. പുള്ളിക്കാരൻ ഈ സീസണിൽ ആദ്യമായിട്ട് കളിക്കണേന്ന് തോന്നുന്നു. ഇപ്പം മറ്റേ യോർക്കറിൻ്റെ ആളെ ഇവൻ. കണ്ട എൻ്റെ ജൂനിയർ മലിംഗ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കപ്പെടുന്ന താരമാണ്. ഇത് 4 ആയിരിക്കും ലൂയിസ്. ജയ്സ്വാളിൻ്റെ ഒക്കെ ഒരു കിട്ടിലൻ 6. പൊളി പൊളി അടിച്ച് പൊളിക്കട തീർക്കാം. സ്ക്രീൻ നോക്കിയാൽ മതി. ബോൾ എവിടെ വീണെന്ന് ഞാൻ കണ്ടില്ല. ബോൾ ഇപ്പുറമായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ ഞങ്ങളുടെ ഈ ഒരു വിജയമുള്ളതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അടുത്ത ബോൾ. ഓ ലൂയിസ് സ്ട്രാറ്റജിക് ടൈം ഔട്ടാണ് കേട്ടോ.
രാജസ്ഥാൻ റോയൽസ് നല്ല അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 ഓവറിൽ നിന്ന് 61-0. ലൈറ്റിംഗ് കൊണ്ട് കാണിക്കണമൊക്കെ എല്ലാവരും. അടിപൊളി. മഴ ചാർന്നുണ്ട് കേട്ടോ. ഇത് നോക്കി, മഴ ചാർന്നുണ്ട് ചെറുതായിട്ട്, പൊടിമഴ. ചെറിയ പൊടിമഴയേ ഉള്ളൂ, പക്ഷെ അവർ പിച്ച് മൂടാൻ പോവാണ്. വെച്ചോടാ, കളി സ്റ്റോപ്പ് ചെയ്തിട്ടാ കളി കുറച്ച് നേരത്തേക്ക്. ചെറിയ മഴയായിരിക്കുള്ളൂ, കുഴപ്പമുണ്ടാവില്ല. ഫുട്ബോളൊക്കെ ആണെങ്കിൽ മഴയത്തൊക്കെ നടക്കും, പക്ഷെ ക്രിക്കറ്റ് നടക്കില്ല. ചെറിയ മഴയുള്ളൂ, പൊട്ടി മഴയാണ്, പക്ഷെ അവർ നിർത്തിയത് ഏരിയ കവേഴ്സ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതേപോലെ ഇവർ വലിച്ചുകൊണ്ട് വരുന്നത് കാണുന്നത്. അവര് കവേഴ്സ് എടുത്ത്, പക്ഷെ വീണ്ടും മഴ പൊടിയുന്നുണ്ട് കൂടുതൽ ഇതിൽ. DLS മാർക്ക് സ്കോർ 46 ആണ്, 41 ആണ്. ഇപ്പം കളി നിർത്തിയാൽ രാജസ്ഥാൻ ജയിച്ചെന്ന് പ്രഖ്യാപിക്കും. കാരണം രാജസ്ഥാൻ ഇപ്പോൾ 61 ഉണ്ട്. മഴ ചെറുതായിട്ട് കൂടുന്നുണ്ട് സുഹൃത്തുക്കളെ. മഴയുടെ ശക്തി ചെറുതായിട്ട് കൂടുന്നുണ്ട്. അവരത് സ്റ്റോപ്പ് ചെയ്യാണ്. വരുന്നത് ഹാർദിക് പാണ്ഡ്യയും രോഹിത് ശർമ്മയും കൂടി സംസാരിച്ചുകൊണ്ട് വരുന്നത്. ഹാർദിക് പാണ്ഡ്യ, രോഹിത് ശർമ്മ, മൂന്നാമത് വരാൻ നബി എന്ന് പറഞ്ഞു. രോഹിത് ഭായ്, ഹിറ്റ്മാൻ ചേട്ടാ നോക്കി ചേട്ടാ. ആടാ ഇവിടെ നോക്കടാ. രോഹിത് ശർമ്മനൊക്കെ ഇത്ര എടുത്ത് കാണുന്ന ആദ്യമായിട്ടാണ്. എൻ്റെ രോഹിത് ശർമ്മ തന്നെ, ഇവരൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. രോഹിത് ശർമ്മനെ ഒത്തിരി എടുത്ത് കാണാൻ പറ്റി. കാരണം ഡഗൗട്ടിൽ പുള്ളി ഇവിടെ ഇരിക്കുകയായിരുന്നു. നീക്കിട് മഴ കൂടുകയാണ് കേട്ടോ. അവർ മറ്റേ കവറും കൂടി എടുത്ത് ഇടുകയാണ് ഇങ്ങോട്ടേക്ക്. ഇവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിനാണ് 20 രൂപ. ഒരു ചെറിയ ഗ്ലാസ് വെള്ളത്തിന് നല്ല റേറ്റാണ്. അപ്പോൾ ഇവിടെ എന്തൊരു തിരക്കായിരുന്നു നേരത്തെ. ഒരു ഗ്ലാസ് വെള്ളത്തിന് 20 രൂപ. ഓ, തിരക്ക് നോക്കി ഇവിടെ വെള്ളം കുടിക്കാൻ. കവേഴ്സ് മാറ്റി കേട്ടോ, ഇവിടുത്തെ മഴ മാറി. യെസ്, ടൈം ഫോർ ആക്ഷൻ. ഇതേ പോണ്ട് ബുംറ ചാടി. എൻ്റെ ബുംറ കാണുന്നതിനേക്കാളും വലുതാണ് കേട്ടോ. നമ്മൾ TV കാണുന്നതിനേക്കാളും വലിപ്പമുണ്ട് ഇവന്. ബൂം ബൂം. അതേ ഉണ്ട്. ഇങ്ങോട്ടേക്ക് ഈ മരത്തല പൊള്ളാട് നിൽക്കണം. പൊള്ളാട് ആരാ പോണേ? ഹൽവദേരം തോന്നുന്നു. പീയൂഷ് ചാവള, ഹാർദിക് പാണ്ഡ്യ എവിടെ നോക്കിയാലും ഉണ്ട്. ഇങ്ങനെ നിറഞ്ഞേക്കാനാണ്. ക്വിസ് കവറൊക്കെ മാറ്റി അവരെല്ലാവരും ഇറങ്ങി ഫുൾ ഓൺ ആയിട്ടുണ്ട്. കളി വീണ്ടും ഫുൾ ഓൺ ആയിട്ടുണ്ട്. ക്വിസ് നമ്മുടെ ജോസേട്ടനാണ് ബാറ്റ് ചെയ്യുന്നത്. ചവളച്ചേട്ടൻ ബോൾ ചെയ്യാനുണ്ട്. 6 അടിയുടെ ജോസേട്ടാ. 6 അടി ഓഫ് സ്കൂപ്പ്. പൊളി. ജോസേട്ടൻ ജോസേട്ടൻ പോടാ. അയ്യോ ജോസേട്ടൻ പോടാ. നമ്മുടെ ചെക്കൻ ഇറങ്ങിയിട്ട് സഞ്ജു ബാറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോണേ നേരിട്ട്. ജയ്സ്വാൾ 50 അടിച്ചിട്ടാ. പൊളി. ഒരു ക്യാച്ച് കളഞ്ഞവൻ ആരാ അത്? ഓ, ജയ്സ്വാളിന്റെ ക്യാച്ച് കളഞ്ഞു. നമ്മുടെ ചെക്കൻ അടിയടാ സഞ്ജു. ഔട്ടാണോ? 6 ജോസേട്ടൻ നിൽക്കുന്നത് ഗൈസ്. അയ്യോടാ ബട്ട്ലർ ഭായ്. അപ്പോൾ സുഹൃത്തുക്കളെ, രാജസ്ഥാൻ ജയിക്കാറായി നിൽക്കുകയാണ്. 24 ബോളിൽ 20 റണ്ണോട് ജയിക്കുക. ഗോൾ എൻ്റെ സൗണ്ടൊക്കെ പോയി. ജയ്സോട് 95 നിൽക്കുന്നതാണ്. അവിടെ ഇപ്പം സ്ട്രാറ്റജി ടൈം ഔട്ട് ആയിട്ടുണ്ട്.
നമ്മുടെ ജയ്സ്വാൾകുട്ടൻ സെഞ്ചുറി അടിക്കാറായി നിൽക്കുകയാണ്. 96 നിൽക്കുകയാണ് കേട്ടോ. രാജസ്ഥാന് 10 റൺ എടുത്ത് ജയിക്കാനായിട്ട് 3 ഓവറിൽ നിന്ന്. മധുവാളാന്ന് തോന്നുന്നു അറിയുന്നത്. അടിയടാ സിംഗിൾ എടുത്തടാ അവന് 4 അടിച്ച് സെഞ്ചുറി അടിക്കാനുള്ളത്. സഞ്ജു സാംസൺ ഇപ്പോൾ സിംഗിൾ അടക്കത്തേ ഉള്ളൂ മിക്കവാറും. കാരണം വേണ്ട, അതാണ് ക്യാപ്റ്റൻ, അതാവണം ക്യാപ്റ്റൻ. അടിയടാ ഇല്ലടാ സിംഗിൾ എടുത്ത്. ഓ ജയ്സ്വാളിനും എടുത്ത് കളി ജയിപ്പിക്കാനായിട്ട്. ഗുയിസ് ഈ ബോളോട് കൂടി നമ്മൾ കളി ജയിക്കുന്നതാണ്. ഒരു സിംഗിൾ ഓടിയാൽ കളി ജയിക്കും. 1 റൺ ജയിക്കാൻ. കൊടി മാറ്റടാ വധൂരി ഈ ചെറുക്കൻ. ജയിച്ചു ഗോയ്സ്. അയ്യോ ഫുൾ പവർ. തൊണ്ടയ്ക്ക് വേണ്ടി ഞാൻ നാളെ ഡോക്ടറെ കണ്ടിരുന്നു തോന്നുന്നു. എൻ്റെ ഒച്ചയൊക്കെ പോയി പണ്ടാരം പോയി. ഒമാനാണെങ്കിൽ അടുപ്പിച്ച് 6 പോലെ അടിക്കുകയും ചെയ്യാനുണ്ട്. ഓ പൊളി 7ാമത്തെ ജയം. 14 പോയിട്ടുണ്ട്. അടുത്ത 2 കളി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 2 കളിയോട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സെമി കയറും. അവർ ഹാൻഡ് ഷേക്ക് ചെയ്യാണ്. നമ്മുടെ ചെക്കൻ നിൽക്കണ്. 9 വിക്കറ്റിൽ പൊട്ടിച്ച് മുംബൈ ഇന്ത്യൻസിനെ അടിച്ച് പൊളിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ രാജസ്ഥാനിലായിട്ടുള്ള മുംബൈ ഇന്ത്യൻസിന് എന്തിനു വേണ്ടി ഫാൻസാണ് അറിയുള്ളൂ. അത്യാവശ്യം ഫാൻസ് രാജസ്ഥാനിലെ ഫാൻസ് രോഹിത് ശർമ്മയ്ക്ക് കട്ട ജൈവിളിയായിരുന്നു. എന്തായാലും തോപ്പിച്ചിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ചെക്കൻ ജയ്സ്വാൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. നമ്മുടെ സഞ്ജു അണ്ണൻ അടിച്ചിട്ടുണ്ട് നല്ലതായിട്ട്. പ്രസന്റേഷൻ്റെ ടൈമായിട്ടോ. മാൻ ഓഫ് ദ മാച്ച് എന്തായാലും നമ്മുടെ ചെക്കനായിരിക്കും ജയ്സ്വാൾ, അല്ലെങ്കിൽ സന്ദീപ് ശർമ്മ ആയിരിക്കും. 5 വിക്കറ്റ് എടുത്തുകൊണ്ട് അറിയില്ല, ഇവരിൽ ഒരാളായിരിക്കും. ഹർദിക് പാണ്ഡ്യ അവിടെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് തള്ളുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടെ രാജസ്ഥാൻ റോയൽസിൻ്റെ ആരൊക്കെയൊക്കെ ഇരിപ്പുണ്ട് ഇവരുടെ ടീമിലുള്ളവരല്ലേ. ആരൊക്കെയാണോ എന്തോ. അതായത് നമ്മുടെ മൊത്ത ചെക്കൻ അവിടെ സംസാരിക്കുന്നുണ്ട്, യശസ്വി ജയ്സ്വാൾ. കളി കഴിഞ്ഞിട്ട് ഇവിടെ ആരും പോയിട്ടില്ല കേട്ടോ. ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുകയാണ്. ആരും പോയിട്ടില്ല, എല്ലാവരും ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് പേരെ ഇവിടുന്ന് വിട്ടുള്ളൂ. രോഹിത് ശർമ്മ അവിടെ ഹായ് കാണിച്ചപ്പോഴത്തേക്ക് എല്ലാവരും ഇവിടെ കടിക്കാനുണ്ടോ. നമ്മുടെ പൊള്ളാടിയേട്ടൻ നിൽക്കണേ. ഇവിടെ ബുംറേട്ടനും ജോസേട്ടനും കൂടി സംസാരിക്കണം. ഇവിടെ ജോസേട്ടനല്ലേ അത്. അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങുകയാണേ. ഇവിടെ ഇപ്പോഴും ആൾക്കാരൊക്കെ ഫുള്ള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രസൻറ്റേഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിത് കുറേ നേരമായിട്ട് ഞാൻ രോഹിത് ശർമ്മേനെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പാവോട്ടോ, ഹർദിക്കിന് എല്ലാവരും ചപ്പറിഞ്ഞ് വിളിച്ചിട്ട് വെറുപ്പിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണേ. അന്യായ വൈബ് കളിയായിരുന്നു കേട്ടോ. എന്തായാലും കൊടുത്ത പൈസ മുതലായി. 2000 രൂപ കൊടുത്ത് 9 വിക്കറ്റിൻ്റെ ആദ്യത്തെ കളി നമ്മുടെ ജയ്സ്വാൾ ചെക്കൻ സെഞ്ചുറി അടിച്ച് സഞ്ജു സാംസൺ ഔട്ട് ആവുന്ന കളി ഫിനിഷ് ചെയ്യുകയും ചെയ്ത് സെറ്റ്. ഇത് മച്ചായിരുത് പോരളിയാ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. എന്തായാലും ഓൾ സെറ്റ്. അപ്പോൾ നാളെ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ സമയം 12 മണി ആയിട്ടുണ്ട്. മഴ കൂടി ഇപ്പോഴത്തേക്ക് 12:30 കണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 1 മണി ആറായിട്ടുണ്ട്. ഇനിയും രാവിലെ എണീച്ച് ജയ്പൂർ കൂടെ ഇറങ്ങാനുള്ളതാണ്. അപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവരുടെ അവർ എംബ്ലോക്കെ ഇവിടെ തന്നെ ഇറങ്ങുന്നത്. ഇവിടെ നിന്നവന്മാർ എൻ്റെ എന്നുള്ള ചില്ലറ മൊത്തം പിടിച്ചു വാങ്ങിച്ചു സുഹൃത്തുക്കളെ. കുറേ ചില്ലറ അടപ്പുണ്ടായിരുന്നു പേഴ്സിൽ. ഒക്കെ അവന്മാരെടുത്ത് തിരിച്ചു കൊടുക്കത്തുമില്ല അവന്മാർ. അങ്ങനെ ഞാൻ പുറത്തെത്തി. വൈബ് ഡേ ആയിരുന്നു കേട്ടോ. പൊളി ഡേ, പൊളി. ഞാൻ ഫുള്ള് ഓളായിരുന്നു. എൻ്റെ തൊണ്ടയും പോയി, സൗണ്ടും പോയി. എന്തായാലും ഈ ഒരു വീഡിയോ അതിൻ്റെ പേരൊക്കെയാണ്. ചുമ്മാ വെറുതെ ഒരു വീഡിയോ എടുത്താണ്. പ്രത്യേകിച്ച് എന്താ പറയുക, ട്രാവലിംഗ് കണ്ടൻറ്റൊന്നുമല്ല, നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റേ അല്ല. പക്ഷെ ആദ്യമായിട്ട് IPL മാച്ച് കാണാൻ പോയപ്പോൾ എക്സൈറ്റ്മെൻറ്റും, അത് രാജസ്ഥാൻ്റെ മാച്ചുമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന കളിക്കാരൊക്കെ ഫ്രണ്ടിൽ തൊട്ടടുത്ത്. എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചിറങ്ങട്ടെ. എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു IPL മാച്ച് നേരിട്ട് കാണുക എന്നുള്ളത്. രാജസ്ഥാൻ റോയൽസിൻ്റെ മാച്ച് കാണുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും അത് നടന്ന്
ഞാൻ ഇടങ്ക പുളകിയതിനായി പ്ലീസ്. നമ്മൾ ടി വി കാണുന്നതൊക്കെ ഭയങ്കര ഡിഫറൻ്റ് ആണ് കേട്ടോ. നേരിട്ട് സ്റ്റേഡിയത്തിൽ നിന്ന് കളി കാണുമ്പോൾ അത് വന്നിട്ടുള്ളവർക്ക് ഇതെന്തായാലും അറിയാമായിരിക്കും. ഞാനിത് ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്യാവശ്യം നന്നായിട്ട് കളി കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഓർത്തത് സ്റ്റേഡിയത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൂരെ നിന്നൊന്നും കാണാൻ പറ്റത്തില്ല. അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റും. നല്ലൊരു സ്പോട്ടിലാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. സീറ്റിലൊന്നും ഇരുന്നിട്ടില്ല, ഫുൾ ഓണായിരുന്നു, ഫുള്ള് ഓട്ടമായിരുന്നു. ഇരിക്കാനൊന്നും സമയം കിട്ടിയിട്ടോ. കാലുവേദന, തൊണ്ടവേദന, കൈവേദന ഒക്കെ ഉണ്ട്. ഗുയിസ് ഇതിൽ ഈസ്റ്റ് സ്റ്റാൻഡ് 1 ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ കളി കണ്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, ലൈഫിൽ ഒരുപാട് എന്താ പറയുക, നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു IPL മാച്ച് നേരിട്ട് സ്റ്റേഡിയത്തിൽ പോയി കാണാനുള്ളത്. നമ്മളുടെ കേരളത്തിലെ ടീം ഉണ്ടായിരുന്ന സമയത്ത്, കലൂർ കളിയുടെ സമയത്ത് കാണാൻ പറ്റിയില്ല. ആ സമയത്ത് ഇത്ര ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 5-6 വർഷമായിട്ടുണ്ടല്ലോ എനിക്കൊരു IPL കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും അതിപ്പോൾ നടന്നിട്ടുണ്ട്. അതും അടുത്തൊന്നുമല്ല, അത് കേരളത്തിൻ്റെ 7 അയലത്തല്ല, രാജസ്ഥാനിൽ വന്ന് രാജസ്ഥാൻ റോയൽസിൻ്റെ കളി കാണാൻ പറ്റി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടീമിൻ്റെ കളി, എൻ്റെ ഏറ്റവും ശത്രുവായിട്ടുള്ള ടീമുമായിട്ട് ഉള്ള കളി, രാജസ്ഥാനും മുംബൈയും. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടീം രാജസ്ഥാനും, എൻ്റെ ശത്രു മുംബൈയാണ്. മുംബൈ അടിപൊളി ടീമാണ് കേട്ടോ, അതിലൊരു സംശയമില്ല. എന്നാലും എനിക്കിഷ്ടമല്ല, എൻ്റെ ചേട്ടൻ്റെ ടീമാണ്. ഞങ്ങൾ പണ്ട് തൊട്ട് വഴക്കിട്ടിരുന്നതാണ് ഈ ടീമുകളുടെ കാര്യം പറഞ്ഞത്. എന്തായാലും കളി കാണാനും പറ്റി. നമ്മൾ രാജസ്ഥാൻ ജയിക്കുകയും 9 വിക്കറ്റ് ജയിക്കുകയും ചെയ്തു. എക്സ്ട്രീംലി ഹാപ്പി. ഫുൾ വായു, തൊണ്ടയും പോയി, നിന്ന് കാലും വയ്യ, കൈയും വയ്യ, രണ്ടാറായിട്ടോ. ഇനി വണ്ടി അപ്പുറത്ത് പാർക്കിങ് ഇരിക്കുകയാണ്. ഇനി അവിടെ പോയി വണ്ടി എടുക്കട്ടെ. വണ്ടിയൊക്കെ അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. ഹെൽമെറ്റൊക്കെ ഇങ്ങനെ കൊളുത്തി വെച്ചേക്കാണ്. ചെറിയൊരു ടെൻഷനുണ്ട്, കുഴപ്പമുണ്ടാവില്ലായിരിക്കും. 100 രൂപ കൊടുത്ത് പാർക്ക് ചെയ്തതാണ്. SMS സ്റ്റേഡിയത്തിൽ, അതായത് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളിയും കണ്ട്. അയ്യോ, എൻ്റെ ഫോണൊക്കെ ചാർജും തീരാറായി, ഫോണിൻ്റെ മെമ്മറി ഫുള്ളായി. ഓഫാക്കി കേട്ടെ. അപ്പം ടാറ്റ. എന്തൊരു ഗതികേടാണ് നോക്കിയ സുഹൃത്തുക്കളെ. എൻ്റെ ഹെൽമെറ്റ് പോയി. ഹെൽമെറ്റ് ആരോ അടിച്ചുകൊണ്ട് പോയി. എന്തൊരു സീനാണ്. ഞാൻ ഇതിൻ്റെ സീറ്റിന് അടിയിൽ ലോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. എന്തൊരു അവസ്ഥയാണ്. അന്വേഷിച്ച് നോക്കട്ടെ. ലൂയിസ്, എൻ്റെ ഹെൽമെറ്റ് ഞാൻ ഇവിടെ സ്ട്രാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചരിച്ച് വെച്ചിരുന്നതാണ്. അത് പോയത് അടിച്ചോണ്ട് പോയി അവന്മാർ. എന്തൊരു അവസ്ഥയാണ്. भाई ये क्या हुआ? पैसे डबल बार हो गए थे। अब ये എന്തൊരു ഗതികേടാണ് നോക്കിക്കേ. ഹെൽമെറ്റ് പോയി. 5500 രൂപയ്ക്ക് വാങ്ങിച്ച ഹെൽമെറ്റാണ്. LSൻ്റെ ഹോളി ഹെൽമെറ്റ് പോയി. അതിവിടെ സ്ഥിരമായിട്ട് പോകുന്നതാണെന്ന് ഇവർ പറയുന്നത്. ഹെൽമെറ്റ് അതിൻ്റെ കൂടെ, അതിനകത്ത് മറ്റേ ക്യാമറയുടെ സ്ട്രാപ്പും ഉണ്ടായിരുന്നു, അതും പോയി. ഒരു അവസ്ഥയാണെന്ന് എനിക്ക്. സീറ്റിനടിയിൽ എൻ്റെ കുപ്പി ഉണ്ടായിരുന്നു, അതവിടെ ഉണ്ടോ നോക്കട്ടെ. आप 100 रुपीज़ लेना है. गाड़ी की जिम्मेदारी है, हेलमेट का नंबर थोड़ी होता है. ഗുയിസ്, ഞാൻ ഇവിടെ SMS സ്റ്റേഡിയത്തിലാണ്, അതായത് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് ജയ്പൂരിലുള്ളത്. ഇതിവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണ്. ഞാനിവിടെ കളി കാണാൻ വേണ്ടി കയറിയതായിരുന്നു. കളി കണ്ട് ഇറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്ക് വണ്ടിയിൽ നിന്ന് ഹെൽമെറ്റ് അടിച്ചുകൊണ്ട് പോയി. 5500 രൂപയുടെ LS2ൻ്റെ നല്ല ഒറിജിനൽ അടിപൊളി ഹെൽമെറ്റായിരുന്നു. ഞാൻ സീറ്റിനടിയിൽ അതിൻ്റെ സ്ട്രാപ്പ് ഇട്ടിട്ട് ഞാൻ അങ്ങനെയാണ് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ലോക്ക് ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് ആരും അങ്ങനെ എടുത്തുകൊണ്ട് പോകാറൊന്നുമില്ല. പക്ഷെ അത് ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്, പക്ഷേ പോയി. ആ ഹെൽമെറ്റും ഉണ്ടായിരുന്നു. ഹെൽമെറ്റിനകത്ത് മറ്റേ ചിൻ മൗണ്ട് ഉണ്ടായിരുന്നു, ഗോപ്രോ കണക്ട് ചെയ്യുന്നൊരു മൗണ്ട് ഉണ്ട്, അതും പോയി. എന്തോരം വണ്ടികളുണ്ടായിരുന്നു ഇവിടെ വേറെയും ആരുടെയും കൊണ്ടൊക്കെ ഹെൽമെറ്റ് പോയെന്ന് പറയുന്നത്. എന്തൊരു അവസ്ഥയാണ് നോക്കിക്കേ. ഓൾറെഡി മനുഷ്യൻ ട്രിപ്പിൻ്റെ 6-7 മാസമായിട്ടുള്ള ട്രാവലിങ്ങിനിടയിൽ ടൈറ്റായിട്ട് പണ്ടാറടങ്ങിയിരിക്കുകയാണ്. അതിനിടയിലാണ് ഇതുകൂടി കിട്ടുന്നത്. 6000 രൂപ നിന്നാ നിപ്പിപ്പോയി. 100 രൂപ പാർക്കിംഗ് ഫീസും കൊടുത്ത് ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ്. എന്നിട്ടാണ് അവരോട് പറഞ്ഞപ്പോൾ അവർ ഇവിടെ സ്ഥിരം നടക്കുന്നതാണ്. പിന്നെ നിന്നൊരു പൈസ വാങ്ങിക്കുന്നത്. എനിക്ക് ദേഷ്യം വരുമ്പോഴുള്ളൊരു എനർജി ഇല്ലെന്ന്. എന്താണ് 100 രൂപ കൊടുത്തിട്ട് പാർക്ക് ചെയ്തതാണ്. 100 രൂപയാണ് ഇവന്മാർ 2 വീലർ വർക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചത്. എന്നിട്ടാണ് गाड़ी की जिम्मेदारी होती है. गाड़ी का तो नंबर भी देख ले, कोई पास में दे. हिंदी थोड़ा कम आता है. कैन यू स्पीक इन इंग्लिश?
इंग्लिश मालूम नहीं? ओके बोल क्या साइड में गाड़ी मैं क्या करेगा आप बोलो मैं क्या करेगा कुछ नहीं होगा। वो वापस मिलने के लिए कोई ऑप्शन है? ഇതാണ് ഇവന്മാർ പറയുന്നത് ലോക്ക് പൊട്ടിച്ചിട്ട് കൊണ്ടുപോയായിരിക്കും. ഒരു കാര്യമില്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആരാണ് ഇതിൻ്റെ ഇത് നോക്കുന്നത്. ഇവിടെ നിന്നാണ് പോയത്. സവായ് മാൻസിംഗ് സ്റ്റേഡിയം.